അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പി സി ജോർജ് എന്ന് പറയുന്ന ഒരു സെപ്റ്റി ടാങ്ക് കക്കൂസ്, അതിനേക്കാളധികം മോശമായ ഒരു വ്യക്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ തന്ത മുസ്ലിമായിരുന്നെന്നും മുസ്ലിങ്ങൾ ഇവിടെ കുഴപ്പക്കാരാണെന്നും വീണ്ടും വീണ്ടും അദ്ദേഹത്തിനറിയാം, ഞാൻ എന്ത് പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് എനിക്ക് രക്ഷയുണ്ട്, എന്നെ ആരും ഒന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വല്ല അസുഖം ഉണ്ടാകും, അപ്പോൾ ഫ്രീ ചികിത്സ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഫ്രീ ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. വെറുതെ ഇസ്ലാമിലെയും മുസ്ലിങ്ങളെയും ചൊറിയാൻ വേണ്ടി വരുമ്പോൾ സങ്കടം വരുന്നതല്ല, ഈ വാർത്താമാധ്യമങ്ങളെക്കുറിച്ചാണ്. ഇവരടുത്തേക്ക് ഈ കുന്തം പിടിച്ചുകൊണ്ട് ഈ മൈക്കും പിടിച്ചുകൊണ്ട് പോകുന്ന ഈ വാർത്താമാധ്യമങ്ങൾ, ഇവരെപ്പോലെ തരം താഴ്ന്ന ഒരു ലോകത്താരെങ്കിലുണ്ട്? ഈ സെപ്റ്റി ടാങ്ക് കക്കൂസിൻ്റെ അടുത്തേക്ക് ഈ കുന്തവും പിടിച്ച് പോകുന്ന ഇവരുടെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി. ഇവിടെ ഉള്ളെന്ന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേട് പറഞ്ഞാലും അതൊക്കെ കൊടുക്കാൻ വേണ്ടി വെറും റേറ്റിംഗ് മാത്രം. നാട് നശിച്ചാലും വേണ്ടില്ല, ജനങ്ങളൊക്കെ പ്രകോപിതരായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് റേറ്റിംഗ് കിട്ടണം. ഈ ഒരൊറ്റ നീയത്തോടു കൂടെ നടക്കുന്ന, ചിന്താഗതിയോടുകൂടെ നടക്കുന്ന ആളുകളെ വാർത്താമാധ്യമങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. അതിലും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ വൃത്തികേട് വേറെ പറയാൻ പറ്റില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യലല്ലേ വാർത്താമാധ്യമങ്ങൾക്കൊക്കെ നല്ലത്. ഈ വ്യക്തിയുടെ അടുത്തേക്കൊക്കെ ഇത് കൊണ്ട് പോയാൽ ചില ആളുകളൊക്കെ അവധിക്ക് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. അങ്ങനെ തോന്നിപ്പോകും. ഇവരൊക്കെ പോയാൽ ഈ കേരളം മൊത്തം സന്തോഷിക്കും. കാരണം ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇല്ലാണ്ടാക്കി തീർക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിന് വലിയ ശാപമാണ്, നാട്ടിൻ്റെ പൊതുശല്യമാണ്. നിസ്കാരത്തയമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹിന്ദുവും കുരിശുമാല അണിഞ്ഞ ക്രൈസ്തവനും ഒന്നിച്ച് അണിചേർന്ന് സൗഹാർദ്ദ പ്രകടനം നടത്തുന്നൊരു ഇന്ത്യയാണിത്, കേരളമാണിത്. മുസ്ലിം പള്ളിയിലെ ബാങ്കുലിയും ക്രൈസ്തവ ദേവാലയത്തിലെ മണിയടിയും ഹിന്ദു ദേവാലയത്തിലെ ശംഖനാദവും ഒന്നിച്ച് കേട്ട് ആസ്വദിക്കുന്ന രാജ്യമാണിത്. ഇവിടെ എൻ്റെ ചെറിയവർപ്പൂര് അതിരാവിലെ സുബൈക്ക് എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് പാട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. അതിരാവിലെ തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ അതൊക്കെ ഇവിടെ സ്വാതന്ത്ര്യമാണ്. എന്തൊരു സന്തോഷമാണത്. അവിടെ പാട്ട് പാടട്ടെ, ഇവിടെ നിന്ന് ബാങ്ക് കൊടുക്കട്ടെ, അപ്പുറത്ത് പള്ളിയിൽ കുർബാന നടത്തട്ടെ. ഇങ്ങനെ ഈ രാജ്യത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, എല്ലാവരും ഒരൊറ്റ ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു പിതാവിനെ പോലെ ജീവിക്കണമെന്ന് ഭഗവത്ഗീതയും രാമായണമൊക്കെ പറയുമ്പോൾ, മാതാസ പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം. മനുഷ്യരെല്ലാവരും ബന്ധുക്കളാണ്. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നല്ല പറഞ്ഞത്, മനുഷ്യരെല്ലാവരും ബന്ധുക്കളാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. എന്തൊരു അർത്ഥവത്തായ വാക്കുകളാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ്. മനുഷ്യരെ എന്ന ഖുർആൻ പറഞ്ഞത്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മുഅ്മിനി എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇതുപോലുള്ള ചില ചണ്ടികൾ, ഇവരൊക്കെ ഒന്ന് പിടിച്ച് ഉള്ളിലിട്ട് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, ഈ നാട്ടിനെ രക്ഷപ്പെടുത്താൻ ഭരണാധികാരികൾ രംഗത്തിറങ്ങുമോ? അവർക്കെന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അവർക്കെന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചികിത്സിച്ച് ഒരു നിമിഷം പോലും ജയിലിൽ കിടത്താതെ വിടുകയാണ്. ഈ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള വർഗീയ വിഘടനവാദികൾ നമ്മുടെ നാട്ടിന് ശാപമാണ്. ശാപം എന്ന് വെച്ചാൽ വലിയ ശാപമാണ്. അത് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള വർഗീയ വിഘടനവാദികൾ, നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള കഠിന വർഗീയവാദികൾ, തമ്മാടികളെന്ന് തന്നെ പറയാം, ഇവരൊക്കെ പിടിച്ചൊന്ന് ഉള്ളിലിട്ട് ഈ നാട്ടിനെ രക്ഷപ്പെടുത്താൻ ഭരണാധികാരികളൊന്ന് തയ്യാറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.